College for Healthcare and Media Studies, BWOC, Medical Lab, Nursing Diploma, Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടി എല്ലാ പതിനെട്ട് പഞ്ചായത്തിലെ 38 അംഗൻവാടികളിലേക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അവർ അംഗൻവാടിക്ക് ആവശ്യമായി സമർപ്പിച്ചത് പാത്രങ്ങൾ, മെഷീൻ, കളിപ്പാട്ടങ്ങൾ എന്നിവ ഓൾറെഡി നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളതാണ്. അത് ഒരു എന്താ പറയുക, കുറെ കാലത്തിന് ശേഷം അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയത്. നമ്മളുടെ കഴിഞ്ഞ പുതിയ ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തപ്പോൾ കുറച്ച് പൈസ, അതായത് ചെലവഴിക്കാതെ വന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അധികം എന്താ പറയുക, അത്യാവശ്യമായിരുന്നു, അതേപോലെ ഉപകാരപ്രദമാകുന്ന പെട്ടെന്ന് ചെലവഴിക്കുന്നതുമായ പദ്ധതികൾ കൊണ്ടുണ്ടെങ്കിൽ അംഗൻവാടികൾക്ക് ആവശ്യമായ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങി കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്ന നിർദ്ദേശം ഐസിഡി സൂപ്പർവൈസറുടെ ഭാഗത്തുണ്ടാവുകയും ഭരണസമിതി അത് ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചിട്ട് അതിനാവശ്യമായ അംഗീകാരം നൽകുകയും പ്രൊജക്ട് വയ്ക്കുകയും അംഗീകാരം നൽകി നടപ്പാക്കുകയും ജന്മ വഴി വാങ്ങുകയാണ് ചെയ്തിരുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഈ പറയുന്ന അംഗൻവാടികളിലേക്ക് പറയുന്ന കുട്ടികൾ വരുമ്പോൾ അവർക്കാവശ്യമായ കളിപ്പാട്ടങ്ങൾ വേണം, അവർക്കാവശ്യ സൗകര്യങ്ങൾ വേണം, പാത്രങ്ങൾ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ എത്രത്തോളം കൂടുമ്പോഴോ അത്രത്തോളം നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണ് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നിലവിൽ പറയുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പദ്ധതികൾ നമ്മൾ രൂപീകരിച്ച് നടപ്പാക്കിയത്. ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു 10-25ഓളം അംഗൻവാടികളുടെ മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഐസിഡി സൂപ്പർവൈസർ കൃഷിയുണ്ട്. നമ്മൾ അതും ഈ വർഷം പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുന്ന അംഗൻവാടികളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് തന്നെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗൻവാടികളുടെയും അതേപോലെ നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികളുടെയും എന്താ പറയുക, മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അംഗൻവാടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അംഗൻവാടികളുടെ മൊത്തത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുൻതൂക്കം കൊടുക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പറയുന്ന പദ്ധതികൾ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നടക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് 38 അംഗൻവാടികൾക്കും ഈ ഫർണിച്ചർ, അതുപോലെ പാത്രങ്ങൾ, അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ, അലമാര എന്നീ ഐറ്റങ്ങളാണ് ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് 19,60,60,000 രൂപ വകയിരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അംഗൻവാടികളുടെ പുനരുദ്ധാരണം എന്ന രീതിയിൽ മെയിൻ്റനൻസും അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അംഗൻവാടികളിൽ റിക്വയർമെൻറ്റിന് ബാലൻസ് ഉണ്ട്, അതായത് സൂപ്പർവൈസർ ചോദിച്ചിട്ടുണ്ടാകും. അത് കുറേ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒറ്റ ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റില്ല, ഘട്ടമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തു തരാമെന്ന് മാത്രം പറയാം. അതുപോലെ എല്ലാവരും ഇപ്പോൾ പ്രവേശനോത്സവം നാളെ എല്ലാ അംഗൻവാടിയിലും നാളെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പുതിയ അംഗൻവാടി വരുന്ന പുതിയ കുട്ടികൾക്കും ഒരു ഉന്മേഷവും ഉണർവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നതോടൊപ്പം പഴയതായി പോകുന്ന, കാരണം ഇനി അവർ LKG പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും പ്രവേശനോത്സവത്തിൽ നല്ല പ്രചോദനം, ഉന്മേഷവും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അംഗൻവാടി ടീച്ചേഴ്സിൽ നിന്നും വർക്കർമാരിൽ നിന്നും ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളിയെ ഭാഗമായി ക്ഷണിച്ചുകൊള്ളു. അംഗനവാടിയുടെ പ്രവേശനോത്സവം നാളെയാണ്. അതിൻ്റെ ആഘോഷങ്ങളെല്ലാം എല്ലാവരും അതിന് മുന്നോടിയായി നമ്മൾ ഈ 38 അംഗനവാടികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, സൗകര്യങ്ങൾ, അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട പാത്രങ്ങൾ, വെയിങ് മെഷീൻ എല്ലാം അത്യാവശ്യമായ ഒരു സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരാനും അങ്ങനെ നടപ്പിലാക്കാനും നമ്മൾ ശ്രമം തുടങ്ങിയത്. നമ്മുടെ ഭരണസമിതി കയറിയ ശേഷം എനിക്ക് ആദ്യം കിട്ടിയ ഒരു
പരാതിയല്ല, ഒരു സജഷൻ എന്ന രീതിയിൽ അംഗനവാടികളുടെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു കാര്യമായിട്ട് ഒരു പരാതി വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 അംഗനവാടികൾ ഞങ്ങൾ സന്ദർശിച്ചു. ചിലതൊക്കെ നല്ല രീതിയിൽ മികച്ചതാണ്, ചിലത് അത്യാവശ്യം മെയിൻ്റനൻസ് ആവശ്യമുള്ളൊരു അംഗനവാടികളാണ്. അപ്പം അങ്ങനെ സന്ദർശിച്ച വേളയിലാണ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ അലമാര, പാത്രങ്ങളുടെ ഒരു ആവശ്യകത അവർ ഉന്നയിച്ചത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പദ്ധതിയിലുണ്ടായിരുന്ന ഫണ്ടിൻ്റെ ബാലൻസ് നമ്മൾ സ്പിൽ ഓവർ ചെയ്ത ശേഷം ബാലൻസും കൂടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 19.6 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നമ്മൾ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോൾ എല്ലാ അംഗനവാടികൾക്കും കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും അലമാരകളും എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് ആണ്. അത് ICD സൂപ്പർവൈസർ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, എല്ലാ അംഗനവാടികളുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, എന്തെല്ലാം ചെയ്യണമെന്നുള്ളൊരു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം തന്നെ ചെയ്യാനുള്ളൊരു നടപടി എടുക്കും. കാരണം കുഞ്ഞു മക്കളാണ് നമ്മുടെ അംഗനവാടികൾ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഏവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഇനിയും അംഗനവാടികൾക്ക് വേണ്ട ആവശ്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണമെന്നാണ് ടീച്ചർമാരോട് പറയാനുള്ളത്. നമ്മുടെ മുറ്റത്തെ പൂന്തോട്ടം പോലെ കാത്തു സൂക്ഷിക്കേണ്ട മക്കളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. നാളെ എല്ലാവരും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അംഗനവാടിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും നമ്മൾ ഈ ഒരു അവസരത്തിൽ ആശംസകളോട് അറിയിക്കുകയാണ്. നമ്മുടെ 38 അംഗൻവാടികളിൽ ചേർന്ന ടീച്ചർമാരെ, അതേപോലെ തന്നെ നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വാർഡിലെ മെമ്പർമാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മുടെ ഈ കുഞ്ഞുമക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള അംഗൻവാടികളെ എങ്ങനെയാണ് നമ്മുടെ ഭരണസമിതി കരുതലോടുകൂടി സംരക്ഷിക്കുന്നതിൻ്റെ തെളിവ് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുന്നത്. നമ്മുടെ അംഗൻവാടികളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു. പല അംഗൻവാടികളും പലതരത്തിലുള്ള ശോചനീയാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ എല്ലാ അംഗൻവാടികൾക്കും ഈ വർഷം തന്നെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഭരണസമിതി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ അംഗൻവാടിയിലെ മക്കളെ അവരുടെ സ്വന്തം മക്കളെ പോലെ തന്നെ പരിചരിക്കുന്ന ടീച്ചർമാരാണ് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ വാർഡിലുള്ള ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ ടീച്ചർമാരും. അവരെ തുടർന്നും അത്തരത്തിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളെ പരിചരിക്കുന്ന പോലെ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാനുള്ളത്, കല്ലമ്പറമ്പ് അംഗൻവാടിയിൽ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു റിട്ടയർമെന്റ് ഉണ്ടായി. അവർക്ക് ഒരു ടീച്ചറെ, ആ ടീച്ചർക്ക് നൽകിയ ആദരവ് ആ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് അവരെ വളരെ ഒരു എന്താ പറയുക, ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയ്ക്കാണ് ആ വാർഡിലെ എല്ലാ ആളുകളും വന്ന് അവരുടെ റിട്ടയർമെന്റിന് ഞങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന പോലെയുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അത്തരത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ അംഗൻവാടി മക്കളെ അതേപോലെ പരിചരിക്കാനുള്ള ഒരു ഉത്സാഹവും ആത്മാർത്ഥം നിങ്ങൾക്കൊക്കെ തുടർന്നും അതുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി. നമ്പർ 163 കാക്കരക്കുന്ന് ഫർണിച്ചർ കസേരയാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നത്. സാധാരണ കുട്ടികളുടെ കസേര, ഫർണിച്ചർ പ്രൊജക്റ്റിൽ വരുന്നത് അലമാര, ഇതുപോലെ ചെറിയ കസേര, പിന്നെ ബീൻ ടേബിൾ, കുട്ടികൾക്കുള്ള ടേബിള്, പിന്നെ വലിയ ഇതുപോലത്തെ ചെയർ 5 എണ്ണം വീതം ഒരു അംഗൻവാടി ആ രീതിയിലാണ്. പിന്നെ കളിപ്പാട്ടങ്ങളിൽ വന്നിട്ടുള്ളത് പറയുന്നത് നമുക്ക് സ്ലൈഡ്, കുക്കു സ്ലൈഡ്, അതുപോലെ ഡോർ, ഈ നമ്മുടെ തറയിൽ ഇരിക്കുന്ന മാറ്റാണ്. അപ്പോൾ സെറ്റ് നമ്പർ 119 വിളിക്കുന്നത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. പാത്രങ്ങൾ സ്വീകരിക്കാൻ സെറ്റ് നമ്പർ 115 സ്നേഹത്തിൽ ഇഡ്ഡലി പാത്രം, സെറ്റ് നമ്പർ 116 നമുക്ക് കുക്കർ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ 38 അംഗൻവാടികൾക്കും ഉണ്ട്. ഓൾറെഡി സെന്റ് നമ്പർ 100 നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
ബാക്കി 37 അംഗൻവാടികൾ 121 കുക്കർ